കവിയും ഗാനരചയിതാവും നാടകകൃത്തുമൊക്കെ ആയ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറാണ്. സാറുമായിട്ട് ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഈ വിവിധ മേഖലകളിൽ നിൽക്കുന്ന അങ്ങ് കവി, നാടകകൃത്ത്, ഗാനരചയിതാവ്, നാടക സംവിധായകൻ, പ്രഭാഷകൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്ന അങ്ങയുടെ ഇഷ്ടപ്പെട്ട മാധ്യമം ഏതായിരുന്നു എന്നൊന്ന് വ്യക്തമാക്കാമോ? ഇതിൽ ഏതായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്? അതായത് നാടക അഭിനേതാവാണോ, കവിയാണോ, എന്തായിട്ട് അറിയാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഇഷ്ടപ്പെട്ട കലാമേഖല എന്ന് പറയുന്നത് കവിതയും നാടകവുമാണ്. അതിനോടൊപ്പം പ്രസംഗവേദികൾ എനിക്ക് എപ്പോഴും ഹരമായി നിൽക്കുന്ന ഒരു രംഗമാണ്. പക്ഷെ ഇതൊന്നും അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അതുമായി വ്യാപൃതനാകുമ്പോൾ നമ്മൾ അറിയപ്പെടുന്നു സമൂഹത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് കവിതയും നാടകവുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത്. 1970 ആണ് ആദ്യം നാടകം എഴുതുന്നത്, എൻ്റെ 16-ാം വയസ്സിൽ. അതിനുശേഷം 1975 മുതൽ കവിത എഴുതുകയും അരങ്ങുകളിൽ ചൊല്ലുകയും ചെയ്യുമായിരുന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് പല ജില്ലകളിലും പോയി 80കളിൽ കടമനിട്ട രാമകൃഷ്ണൻ, ഡി വിനേന്ദ്രൻ, ഗുരുപ്പുഴ ശ്രീകുമാർ എന്ന് തുടങ്ങിയ ഒരു ടീമുണ്ടായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത്. അന്ന് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടീമായി. അപ്പോൾ അവരോടൊപ്പം നിരവധി വേദികളിൽ തിരുവനന്തപുരത്തും പുറത്തുമൊക്കെ തന്നെ അരങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നാടകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നാടകം ഞാൻ പറഞ്ഞല്ലോ, 16 വയസ്സിൽ പണക്കൊതി എന്ന നാടകം എഴുതിക്കൊണ്ടാണ് അത് രംഗത്ത് സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഈ 3 കാര്യങ്ങൾ ചെയ്ത് ആ നാടകം അവതരിപ്പിക്കുന്നത്. ആ നാടകത്തിന് ശേഷം പിന്നെ ഞാൻ നാടകം എഴുതുന്നത് 75-ലാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് 2 നാടകങ്ങൾ. അതും മഹാത്മാഗാന്ധി കോളേജിൽ പഠിക്കുമ്പോൾ രംഗത്ത് അവതരിപ്പിക്കുവാൻ, സുഹൃത്തുക്കളുമായി രംഗത്ത് അവതരിപ്പിക്കാനും കുര്യാത്തി മുരളിയുടെ ദ്വീപ് എന്ന നാടകം ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ആകമാനം ജില്ലകളിലും ഒക്കെ അവതരിപ്പിക്കാനും സാധ്യമായിട്ടുണ്ട്. അരങ്ങുകളിൽ കൂടുതലായും കണ്ടു. അതോടൊപ്പം തന്നെ പ്രഭാഷണം 1976 എനിക്ക് ഫീൽഡ് പബ്ലിസിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തിയ പ്രസംഗത്തിൽ ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രസംഗവുമായി ആ കാലം മുതലേ ബന്ധപ്പെടും. കോളേജിൽ പഠിക്കുമ്പോൾ MAക്ക് ലയോളയിൽ പഠിക്കുമ്പോഴാണ് പ്രസംഗത്തിന് സമ്മാനം കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിലേക്ക് കടന്നു വന്നത്. കാര്യവട്ടം ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചപ്പോൾ തന്നെ നാടകത്തിൽ അഭിനയിക്കുകയും കവിത ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നു. കവലമ്മ ടീച്ചറും സരന്മ ടീച്ചറും കുഞ്ഞിരാമ മാസ്റ്ററും ഒന്നും ജാനകി ടീച്ചറെ ഒന്നും എനിക്ക് മറക്കാൻ സാധിക്കും. ഈ എഴുത്തിന്റെ പാരമ്പര്യ വഴികളിൽ ആരെങ്കിലും ആക്കിയിട്ടുണ്ടോ? ഇല്ല. ഈ മാതൃകയായി ഞാൻ ആരെയും ഇങ്ങനെ എഴുത്തിന്റെ വഴികളിൽ സ്വീകരിച്ചില്ല. പക്ഷേ പഴയ എഴുത്തുകാരെ എല്ലാം എൻ്റെ ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കുകയാണ്. അതായത് എഴുത്തച്ഛന് മുമ്പ് തന്നെ കണ്ണശരാമായണം ഉണ്ടായ കാലം മുതൽ എഴുത്തച്ഛൻ്റെ രാമായണം, അതിനുശേഷം കുഞ്ചൻ നമ്പ്യാരുടെയും തുള്ളൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുള്ള കൃതികളൊക്കെ തന്നെ വായിച്ചിട്ടുണ്ട്. രാമായണന്റെ മുത്തശ്ശിയാണ് എൻ്റെ 5 വയസ്സിൽ രാമായണ കഥ പറയുന്നത്. അതിനുശേഷമാണ് വായിച്ച് കേട്ടിട്ടുള്ളത്. പിന്നെ സ്വയം വായിച്ചു. മഹാഭാരതവും അങ്ങനെ തന്നെയാണ് കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ മഹാകവികൾ ആശാൻ, കുമാരനാശാനും നമ്മുടെ ചങ്ങമ്പുഴയും വള്ളത്തോളും ഉള്ളൂരും ഒക്കെ തന്നെ പഠിക്കുന്ന കാലത്ത് കാര്യവട്ടത്തുള്ള പത്മവിലാസം ഗ്രന്ഥശാലയിൽ നിന്നും കുളത്തൂർ SL ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്ത് പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്നുള്ള സാരാംശങ്ങൾ ഉൾക്കൊള്ളുവാൻ, ഊർജ്ജസ്വലപ്പെടുവാൻ എനിക്ക് വളരെയധികം സഹായിക്കും. പിന്നെ സൈലന്റ് വാലി നാടകം ഇന്നും കാലിക പ്രസക്തിയുള്ളതാണ്. അപ്പൊ വനനശീകരണം, പരിസ്ഥിതി നശീകരണം എന്നിവയ്ക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. തീർച്ചയായും എഴുത്തുകാരൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളാണല്ലോ. അത് പ്രചരണത്തിന് വേണ്ടിയായിരുന്നുവോ അതോ കലയ്ക്ക് വേണ്ടിയായിരുന്നുവോ? വാസ്തവം പറയുക, എല്ലാം കലയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ അറിവിന് വേണ്ടി പ്രചരിപ്പിക്കുക എന്നുള്ളതുമാണ് കലയുടെ ധർമ്മം. നമ്മൾ എഴുതി വെച്ച് നമ്മുടെ സ്റ്റോക്കിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് രംഗത്ത് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുക, മറ്റുള്ളവരെ വായിക്കാൻ ഉള്ള അവസരം കൊടുക്കുക, അത് വേദിയിൽ അവതരിപ്പിച്ച് പ്രേക്ഷകർക്ക് കാണുവാനുള്ള അവസരം കൊടുക്കുക. എന്നാൽ മാത്രമേ ഒരു സന്ദേശമോ അല്ലെങ്കിൽ തന്നെ ആശയമോ ഈ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ അനുവാചകരിലേക്ക് നമുക്ക് കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഈ സൈലന്റ് വാലി നാടകം എന്ന് പറയുന്നത് 1975 മുതൽ
സുഗതകുമാരി ടീച്ചർ സൈലന്റ് വാലി പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പാരിസ്ഥിതികമായ നശീകരണത്തിന്, പ്രകൃതിയിൽ ഉണ്ടാകുന്ന നാശത്തെ എതിർത്തുകൊണ്ട് അവർ വലിയ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് ഈ നാടകം ഞാൻ 1977-78 കാലഘട്ടത്തിൽ എഴുതി, അതിന് മുമ്പ് എഴുതി അവതരിപ്പിച്ചു തുടങ്ങി. ആ നാടകത്തിന് വളരെ പ്രാധാന്യം കിട്ടി. അത് മാത്രമല്ല, കേരള സംസ്ഥാന വനം വകുപ്പിന്റെ 12 ജില്ലകളെ 12 ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത നാടകത്തിൽ ഏറ്റവും നല്ല നാടകം, നടൻ, സംവിധാനം, അവതരണം 4 സമ്മാനങ്ങൾ നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയിൽ സംഘടിപ്പിച്ച നാടക മത്സരത്തിൽ. അതിൽ വന്ന നടനാണ് നമ്മുടെ സിനിമാ നടൻ പ്രേംകുമാർ. കാട്ടുമൂപ്പന്റെ 120 വയസ്സുള്ള കാട്ടുമൂപ്പന്റെ വേഷം ചെയ്ത പ്രേംകുമാർ ആ നാടകത്തിലൂടെ ഒത്തിരി വേദികളിൽ, എന്റെ മറ്റു നാടകങ്ങളിലും പ്രേമ അഭിനയിച്ചിട്ടുണ്ട്, കുട്ടിക്കാലത്ത് തന്നെ, പഠിക്കുന്ന കാലത്ത്. സാറിന് ഈ സിനിമാ ഗാന രചന നടത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറ് ആദ്യം ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് എഴുതിയത്? ഞാന് 3-4 സിനിമയ്ക്ക് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആദ്യ സിനിമയ്ക്ക് പാട്ട് 1994-95 കാലഘട്ടം. അത് ഹൃദയജാലകം എന്ന് പറയുന്ന കുട്ടികളുടെ 1 മണിക്കൂർ സിനിമയ്ക്ക് വേണ്ടി. ആ പാട്ടിന് വലിയ പ്രചാരമൊന്നും കിട്ടിയില്ല. എന്നാലും അത് അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രചരണം കിട്ടിയില്ല. കാരണം കുട്ടികളുടെ സിനിമയല്ലേ, എല്ലാ തിയേറ്ററുകളിലും എത്തിയിട്ടില്ല. അപ്പോ ഹൃദയജാലകം എന്ന സിനിമയില് സംഗീതം ചെയ്തത് രാജൻ കോസ്മിക് എന്ന് പറയുന്ന വലിയൊരു സംഗീതജ്ഞനാണ്. പുനലൂർ ശ്രീകുമാറാണ് അത് പാടിയിരിക്കുന്നത്. ഹൃദയജാലകം തുറക്കൂ എന്ന് പറയുന്നത് അതാണ് ആദ്യത്തെ എന്റെ പാട്ട്. ഞാൻ 3 സിനിമകൾക്ക് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. അത് എന്താകുമെന്ന് അറിയില്ല, കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ വരുന്നത് എഡ്യൂക്കേഷൻ ലോൺ, അതായത് ആർ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. പായിപ്പാട് രാജു സംഗീതം ചെയ്ത മഴയൻ മനസ്സിന്റെ, അതായത് വിജയ് യേശുദാസും രാജലക്ഷ്മിയും പാടിയ വളരെ ഹിറ്റായ ഒരു പാട്ടാണ്. ആകാശവാണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് പുനഃസംപ്രേഷണം ചെയ്യും. അതെ, മഴയൻ മനസ്സിന്റെ ഉഷ്ണതടങ്ങളിൽ പുഴയായി ഒഴുകുന്ന കളസാന്ത്വനം, മഴയൻ ഹൃദന്തത്തിൻ താളക്രമങ്ങളിൽ പഴമൊഴിപ്പാട്ടിന്റെ പരിലാളനം. അതിന് കേരള ഫിലിം ക്രിറ്റിക്സിന്റെ ഒരു പുരസ്കാരം ഉണ്ടായിരുന്നു ആ പാട്ടിന്. പിന്നെ ഞാൻ ഇപ്പം പുറത്തിറങ്ങാൻ പോകുന്ന, പൂർത്തീകരിച്ചു വെച്ചിരിക്കുന്ന ഒരുവാതിൽ കോട്ട എന്ന സിനിമയ്ക്ക് വയലേ വയലേ എന്ന് പറയുന്ന ഒരു പാട്ട്, കുട്ടികളുടെ കോറസ് ആണ് ആ പാട്ട്. അതെ, കുട്ടികളുടെ വിനോദ സഞ്ചാരങ്ങൾക്കിടയിൽ കാണുന്ന ഈ ചില ലൊക്കേഷനുകളൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി എഴുതിയൊരു പാട്ടാണ്. ഇങ്ങനെ 3-4 ചിത്രങ്ങൾക്ക് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒത്തിരി നാടകങ്ങൾക്കും എഴുതിയിട്ടുണ്ട്. നാടകാന്തം കവിത്വം, ആ സിദ്ധാന്തം താങ്കളെ സംബന്ധിച്ച് അനർഥമാണ്. കവിതയും നാടകവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, ഏതിനോടാണ് കൂടുതൽ ആഭിമുഖ്യം? അപ്പൊ അത് അനർത്ഥമല്ല, അത് അർത്ഥമാണ്. അതെ, എന്റെ അഭിപ്രായം. കാരണം ചിലർ പറയും കവിത കൈകാര്യം ചെയ്യുന്ന ആളെങ്ങനെ നാടകം കൈകാര്യം ചെയ്യും. കാരണം നാടകാന്തം കവിത്വം, ഒരു നാടകം എഴുതണമെങ്കിൽ ഒരു കവിക്ക് മാത്രമേ സാധ്യമാകൂ എന്നുള്ള. കാരണം അതില് സമൂഹത്തോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു തൂലികക്കാരന് മാത്രമേ നാടകം എഴുതാൻ സാധിക്കുകയുള്ളൂ. കവിതയും അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു കവിത പോലെയാണ് നാടകം. നാടകത്തിന്റെ അന്തം അതാണല്ലോ, അകം എന്ന് പറയുന്നത് അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പൊ നാടകം ഒരു കവിത പോലെ ആയിരിക്കണം, കവിത നാടകം പോലെ ആകാൻ പറ്റത്തില്ല. അപ്പൊ നാടകത്തിനുള്ളിൽ ഒരു കവി ജീവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് നാടകം കാണുമ്പോഴോ വായിക്കുമ്പോഴോ, കാരണം ഈ സമൂഹത്തിൽ നടമാടുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, പീഡനങ്ങൾ, ചൂഷണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ പച്ചശക്തമായി തന്നെ സ്വയം അനുഭവിക്കുന്ന രീതിയിൽ അതിനെ പ്രേക്ഷകനും അനുവാചകനും പകർന്നു കൊടുക്കുന്ന ഒരു തൂലികക്കാരനാകണം ഈ എഴുത്തുകാരൻ. അതുകൊണ്ട് നാടകാന്തം കവിത്വം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട്. ഇന്ന് വരെയുള്ള കലാജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള സമയം, ഈ മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്താലും അതിനെ കടലുമായിട്ട് ബന്ധപ്പെട്ട അതെ വേണ്ട വിധത്തിൽ അംഗീകരിക്കപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് തന്നെ ഏറ്റവും വേദനാജനകം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പങ്കുവയ്ക്കാനുള്ളത്, എനിക്ക് ഒരിക്കൽ ഒരു നാടകം അവതരിപ്പിച്ച സമയത്ത് ഈ നാടകത്തിന്റെ ടേപ്പ്, അന്ന് ഈ ടേപ്പാണല്ലോ ഉപയോഗിക്കുന്നത്. ആ ടേപ്പ് എടുത്തിട്ടപ്പോ കടലിന്റെ ഇരപ്പിന് പകരം ചലച്ചിത്ര ഗാനങ്ങളാണ് കേൾക്കുന്നത്. ഞാൻ ആകപ്പാടെ അന്തിച്ചു നിന്നു. മത്സരമാണ്, 2 മണിക്കൂർ നാടക മത്സരമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനും കുര്യാത്തി മുരളി എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത്, നാടകത്തും സംവിധായകനുമാണ്. അദ്ദേഹം കൂടെ ഒരു ഓട്ടോ പിടിച്ച് ശംഖുമുഖം പാലത്തിന്റെ മുകളിൽ കയറിയിരുന്ന് 5 മിനിറ്റ് നേരം കടലിന്റെ ഇരപ്പ് റെക്കോർഡ് ചെയ്ത് ഇറങ്ങാൻ സമയം അപ്പോൾ ഒരു വൻ തിര വന്ന് ഞങ്ങളുടെ
പേപ്പർക്കാരും ഞങ്ങളെയൊക്കെ നനച്ചു. വേഷം കെട്ടിയ ഇരിക്കുക നാടകത്തിൽ കയറാനായിട്ട്. നാടകം അവതരിപ്പിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പാണ് വേദിയിലെത്തുന്നത്. ഇത് വെച്ച് റിപ്പീറ്റ് ചെയ്ത് റീടേക്ക് ചെയ്ത് ഇങ്ങനെ നാടകം അവതരിപ്പിക്കും. പക്ഷെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാനാണ് അതിൽ ബെസ്റ്റ് ആക്ടറായിട്ട് ചാക്ക YMA ലൈബ്രറി, സോഷ്യൽ ലൈബ്രറി നടത്തിയ നാടക മത്സരം 1973. ധാരാളം അവതാരികൾ എഴുതി കൊടുത്തിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്, സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ശ്രദ്ധേയമായ അവതാരിക ഏത് കൃതിക്കാണ്, ആർക്കാണ് എഴുതി കൊടുത്തതെന്ന്? ഞാന് 1075ഓളം കൃതികൾക്ക് അവതാരിക എഴുതിയിട്ടുണ്ട്. അത് നാടകം വരും, കഥകൾ വരും, നോവൽ വരും, ലേഖനങ്ങൾ വരും, പിന്നെ കവിതകൾ വരും. കൂടുതലും കവിതകളാണ്. പക്ഷെ ഇത് ഏതാണ് ശ്രദ്ധേയമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ഈ എഴുതുന്നവരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ശ്രദ്ധേയമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് നോവലിന് എഴുതിയ, അതായത് ഷാജഹാൻ പോത്തംകോട് എന്ന് പറയുന്ന അബ്ദുള്ളയും ആഗസ്റ്റ് 15 എന്ന് പറയുന്ന ഒരു നോവൽ, അത് ആദ്യമായിട്ട് എഴുതിയ നോവലാണ്. അതിനെഴുതിയ അവതാരികയാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മറക്കാതെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവതാരിക എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കവിതകൾക്കും കഥകൾക്കും നാടകങ്ങൾക്കും ഒത്തിരി അവതാരികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും. സ്നേഹതീരം തേടി എന്നൊരു കവിത ഒരു പുസ്തകം ഉണ്ടല്ലോ, താങ്കളുടെ വീട്ടുപേരും സ്നേഹതീരം എന്നാണ് ഞങ്ങൾ കണ്ടത്. അപ്പൊ എന്നാൽ ആശാനെ പോലെ ഒരു സ്നേഹഗായകൻ എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഒറ്റ വാക്കിൽ അതുകൂടി പറയാം. ആശാനുമായിട്ട് എന്നെ താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. കാരണം കടുവോളം നിൽക്കുന്ന ഞാൻ വലിയ കടലിനോളം ഇരമ്പുന്ന കുമാരനാശാനുമായിട്ട് എനിക്ക് ഒരിക്കലും താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും ആശാൻ സ്നേഹഗായകനാണ്. സ്നേഹഗായകൻ എന്ന് പറയുമ്പോൾ മനുഷ്യ സ്നേഹം നിലനിൽക്കുന്നതിന് വേണ്ടി പാടുന്നവനാണ്, ഗാട്ടുകാരനാണ്. എഴുത്തുകാരനും പാട്ടുകാരനും ഗാട്ടുകാരനാണ്. ഈ സമൂഹത്തെ സംരക്ഷിക്കുന്നവരാണ്. ആശാൻ ഈ സമൂഹത്തെ, ആശാൻ ജീവിച്ചിരുന്ന കാലത്തെ ദുരവസ്ഥക്കെതിരെ ആഞ്ഞടിച്ച സന്ദേശങ്ങളുമായിട്ട്, ആശയങ്ങളുമായിട്ട് നിരവധി കവിത, ഞാൻ കവിതയിലെ പേരൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല, ആശാനെ കുറിച്ച് അറിയാവുന്നവരാണ്. ആശാന്റെ കൃതികൾ, ദുരവസ്ഥ പോലുള്ള കൃതികൾ, ചണ്ഡാല വിശുകി പോലുള്ള കൃതികൾ, അല്ലേ, ഇങ്ങനെ ഏത് കൃതികൾ, ആശാന്റെ ഏത് കൃതികൾ പറഞ്ഞാലും നമുക്കറിയാം അതിൽ ഒരു സ്നേഹത്തിന്റെ പ്രകടനം അല്ല, ആ പ്രതിഫലനം നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രകടനമല്ല, പ്രതിഫലനമാണ്. സ്നേഹം ഇങ്ങനെ വെളിച്ചത്തിലേക്ക് വരുന്നതായിട്ട് ആ കൃതി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ വെളിച്ചം കടന്നു വന്ന് നമ്മൾ ഈ സമൂഹത്തിൽ സ്നേഹത്തെ ദൈവമായി സൂക്ഷിക്കുവാൻ നമുക്ക് ആഹ്വാനം തരുന്ന കൃതികളാണ് ഉള്ളത്. അതുപോലെ എനിക്കും നിർബന്ധമുണ്ട്, ഞാൻ എഴുതുന്ന ഏത് കവിതയായിരുന്നാലും നാടകമായിരുന്നാലും അല്ല മറ്റേത് കഥയായിരുന്നാലും അതിൽ ഒരു സ്നേഹത്തിന്റെ സ്പർശം. സ്നേഹമില്ലെങ്കിൽ ഈ ലോകം, അല്ലേ, സ്നേഹമാണ് അഖിലസാര ഊഴി എന്നുള്ള ആ ഒരു വരി നമ്മുടെ മനസ്സിലെപ്പോഴും. സാർ, നാടകകൃത്തുക്കളെ അങ്ങനെ ഏറ്റവും സ്വാധീനിച്ച നാടകകൃത്തും കൃതിയും ഏതാണെന്ന് ചോദിച്ചാൽ? എനിക്ക് ഏറ്റവും സ്വാധീനിച്ച നാടകങ്ങൾ KPSCയുടെ നാടകങ്ങളാണ്, തോപ്പിൽ ഫാസിയുടെ നാടകങ്ങൾ. അത് കഴിഞ്ഞാൽ SN പുരത്തിന്റെ നാടകങ്ങൾ, NN പിള്ളയുടെ നാടകങ്ങൾ, ഇങ്ങനെ ഒത്തിരി പേരുടെ നാടകങ്ങളുണ്ട്. പുതിയ എഴുത്തുകാരുടെ നാടകങ്ങൾ ധാരാളം പ്രൊഫഷണൽ നാടകങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒത്തിരി നാടകങ്ങളുണ്ട്. ഒരു നാടകകൃത്ത് എന്ന് പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. VTയുടെ നാടകങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നാടകകൃത്തുക്കൾ, ഇങ്ങനെ പുതിയ നാടകകൃത്തുക്കൾ ഉൾപ്പെടെ മനസ്സിൽ ഉണ്ട്. പിന്നെ മതസൗഹാർദ്ദവും സ്നേഹവും അങ്ങയുടെ മുഖമുദ്രയാണ്. രചനകളിലേറെയും അതിനെ സംബന്ധിച്ചാണല്ലോ. ശിവേശു അള്ള എന്ന കവിത എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കാണുന്ന ഒരു കവിത എഴുതാനുണ്ടായ സാഹചര്യം, പ്രചോദനം വ്യക്തമാക്കണം. അത് ആ കവിത ഞാൻ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കും. ശിവേശു അള്ള, അതായത് ശിവൻ, യേശു, അള്ളാഹ് ഒന്നാണ്. അതിനെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ശിവനെയും യേശുവിനെയും അള്ളാവിനെയും ഒരുമിച്ച് ചേർത്ത് കാണുന്ന ഒരു രൂപം. അതാരും സങ്കല്പിക്കത്തില്ല. അത് മതസൗഹാർദ്ദം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മനസ്സിൽ എല്ലാ മതങ്ങളുടെയും സാരാംശവും നന്മയും അതിൻ്റെ മൂല്യങ്ങളും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണെന്ന് ഏത് മതത്തിൽപ്പെട്ട വ്യക്തിക്കും ഉദ്ഘോഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ ഒരു മതസൗഹാർദ്ദമുള്ളൂ. അല്ലാതെ നമ്മൾ പരസ്പരം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞിട്ടും ഓണസദ്യ കൂട്ടിയിട്ടും റംസാൻ ഒരുമിച്ച് കൂട്ടിയിട്ടും ക്രിസ്മസിന് ഒരുമിച്ച് കൂടിയിട്ടും ഒന്നും ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് കാര്യമാണ്. പക്ഷേ
അവിടെ കൊണ്ട് അവസാനിക്കരുത് നമ്മുടെ മതസൗഹാർദ്ദം. അങ്ങനെ ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്, ശിവേശു അല്ലാഹ്. 24 മണിക്കൂർ സമയവും സാഹിത്യത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് സാഹിത്യ പ്രവർത്തനത്തിന് കുടുംബത്തിന്റെ സഹായ സഹകരണങ്ങൾ തീർച്ചയായും അതൊരു വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. ആരും സാധാരണ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല. കടയ്ക്കാവൂർ പ്രേമേന്ദ്രൻ അത് ചോദിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം നമുക്കറിയാം, ഈ പല എഴുത്തുകാർക്കും തടസ്സം കുടുംബമാണ്. ഒന്നീ ഭാര്യ അല്ലെങ്കിൽ മക്കൾ ഇതിന് തടസ്സമായി നിൽക്കും. പക്ഷെ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ഒരു സൃഷ്ടി എഴുതാൻ താമസിച്ചു പോയാൽ എന്താ എഴുതാത്തത് ഇപ്പോഴും എന്ന് ചോദിക്കുന്നതാണ് എൻ്റെ ഭാര്യ. മക്കളും അച്ഛൻ പോകുന്ന എഴുതാറില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നെ പ്രചോദിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം എൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകാം. അതുപോലെ തന്നെ ഞാൻ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ, ഞാൻ പോകുന്ന വേദികൾ, അവിടെയൊക്കെ എൻ്റെ ഭാര്യയും മക്കളും സമയം കിട്ടുമ്പോൾ, എപ്പോഴും വരാറില്ല, സമയം കിട്ടുമ്പോഴെങ്കിലും വന്നിരുന്ന് ആസ്വദിക്കുന്ന, അതെ, പ്രചോദനം. എന്റെ ആദ്യത്തെ കവിതാ സമാഹാരം തന്നെ എന്റെ കുടുംബക്കാരുടെ അഭിപ്രായം, ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യവട്ടം സ്കൂളിൽ വെച്ച് എൻ്റെ ഗുരുനാഥൻ സത്യാനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിൽ മഹാകവി എം പി അപ്പൻ, ജോർജ് ഓണക്കൂർസാണ് എൻ്റെ ഗുരുനാഥന്മാരാണ്, ഇവരെല്ലാം നൽകിയാണ് പ്രകാശിപ്പിച്ചത്. അപ്പൊ അതിന് പോലും എൻ്റെ കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വലിയ സഹായം, നാട്ടുകാരുടെ ശരിക്കും പിന്തുണ ഉണ്ടായിരുന്നു എൻ്റെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കുന്നത്. എന്തെല്ലാം പുരസ്കാരങ്ങൾ, അവാർഡുകൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട്, ധാരാളം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറക്കാനാവാത്ത ഈ മറവി ധാരാളമുണ്ട്. ഇപ്പൊ ഈ അവാർഡുകളുടെ കാര്യം പറയുമ്പോൾ ഈ അവാർഡ് തന്നവർ വിചാരിച്ചു, അയ്യോ ഞങ്ങളുടെ അവാർഡിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു. ഈ മറവിയുണ്ട്. എന്നിരുന്നാലും പറയാം, കേരള സംസ്ഥാന വനം വകുപ്പിന്റെ അവാർഡ് നാടകത്തിന് കിട്ടി. മഹാകവി പാലാ നാരായണൻ നായർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലളിതാംബിക അന്തർജനത്തിന്റെ അനുസ്മരണാർഷമുള്ള ഒരു പുരസ്കാരം കവിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ദേശീയ തലത്തിൽ ആകാശവാണിയുടെ ഗാന രചനയ്ക്കും അവതരണത്തിനുമുള്ള ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിരവധി നാടക മത്സരങ്ങളിൽ സംവിധായകൻ, രചന, നടൻ, ഇങ്ങനെയൊക്കെയുള്ള അവാർഡുകൾ ധാരാളം കിട്ടും. കൂടാതെ ശ്രദ്ധേയമായി പറയണമെങ്കിൽ ഒത്തിരി മലയാള വേദി, നാവായിക്കുളം മലയാള വേദിയുടെ അവാർഡ്, തിക്രിഷി ഫൗണ്ടേഷന്റെ അവാർഡ്, അതുപോലെ തന്നെ ഞാൻ പാലാ നാരായണൻ നേരത്തെ പറഞ്ഞല്ലോ, തുടങ്ങി പ്രാദേശികമായിട്ടുള്ള ഈ ഇപ്പം തന്നെ അടുത്ത കാലത്ത് നമുക്ക് ഈ കാവ്യ വേദിയുടെ കരിങ്കുളം, അനിൽ കരിങ്കുളം എല്ലാവരുടെ നടത്തുന്ന കാവ്യവേദിയുടെ ഒരു പുരസ്കാരം തന്നു. അപ്പം അങ്ങനെ ഒത്തിരി പ്രശസ്തങ്ങളായിട്ടുള്ള അപ്രശസ്തങ്ങളായിട്ടുള്ള പുരസ്കാരങ്ങൾ ധാരാളം. അടുത്ത കാലത്ത് എഴുതിയ ശ്രദ്ധേയമായ കവിത ഏതെങ്കിലും ഉണ്ടോ? അടുത്ത കാലത്ത് ഞാൻ എഴുതിയ ശ്രദ്ധേയമായ കവിത എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ഒരു കറുത്ത കല്ല് സ്ഥാപിച്ച് ഈ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം സൃഷ്ടിച്ച വിപ്ലവം, അതിനെ ആരും പറയാത്ത രീതിയിലുള്ള ഒരു പ്രതിപാദ്യത്തോടുകൂടി ശ്യാമക്കല്ല് എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ പുതുശ്ശേരി രാമേന്ദ്ര സാറിനെ അനുസ്മരിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. മലയാള ഭാഷയെ, മാതൃഭാഷയെ സ്തുതിച്ചുകൊണ്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്ത് ഈ വർഷം എഴുതിയ 2-3-4 കവിതകൾക്കുണ്ട്. വീട്ടിൽ കുടുംബത്താരൊക്കെ ഉണ്ട്, എല്ലാവരും. ഭാര്യ ജലജകുമാരിയാണ്, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്തു, ദേശീയ സൂപ്രണ്ടായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ചു. പിന്നെ 2 ആൺമക്കളാണ്. മൂത്ത ആൾ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് GG ഹോസ്പിറ്റലിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ്റെ ഭാര്യ MSc സുവോളജിക്കാരിയാണ്, അവളിപ്പോൾ BSc ടെസ്റ്റ് തയ്യാറായിരുന്നു. ഇളയ മകൻ കേരള നിയമസഭയിൽ ജോലി ചെയ്യുകയാണ്, അവൻ്റെ ഭാര്യ ഇപ്പോൾ PhD ചെയ്യുന്നുണ്ട്. മൂത്തയാളിനൊരു മകളുണ്ട്, ആഗ്നേയ അഭിനന്ദ്. ഇളയ ആളിനൊരു മകനുണ്ട്, അവൻ്റെ പേര് റിച്ചൂട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കും. അവനെന്ന് പറഞ്ഞാൽ അപ്പൂപ്പനോടൊപ്പം എപ്പോഴും നിൽക്കുന്ന ഒരാളാണ്. റിഹാൻ S അഭിജിത്ത് എന്നാണ് അവനെ വിളിക്കുന്നത്. ഇളയ മരുമകളുടെ പേര് ശില്പ, ശ്രീകുട്ടി എന്ന് വിളിക്കും. മൂത്ത മരുമകളുടെ പേര് മാളു എന്ന് നിങ്ങൾ വീട്ടിൽ വിളിക്കും. വേറെ പേരുണ്ട് അവർക്ക്. അപ്പം ഇങ്ങനെ ഒരു കുടുംബമാണ്. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന കലാചന്ദ്രിക മാസികയുടെ ചീഫ് എഡിറ്റർ MM ഒരു മാനേജിംഗ് എഡിറ്റർ ഹരികുമാർ സാറുമായിരുന്നു. അപ്പോൾ
ആദ്യത്തെ ഒരു അഭിമുഖ സ്വാതന്ത്ര്യം എടുത്തത് തന്നെ ആ മാഗസിന് വേണ്ടിയായിരുന്നു. അതെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ആ സ്നേഹബന്ധത്തെ കുറിച്ച് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് എം.എം. പുരവർ, അതുപോലെ ഹരികുമാർ. കഥാപ്രസംഗത്തിനൊക്കെ അതെ എം.എം. പുരവർ എന്ന് പറയുമ്പോൾ ഞാൻ 1977-78 വർഷങ്ങളിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്നത്തെ കാലത്ത് പത്രം എടുത്തു കഴിഞ്ഞാൽ ഏത് കഥാപ്രസംഗത്തിനും ഗാനങ്ങൾ എഴുതുക, കഥ എഴുതി കൊടുക്കുക, പിന്നെ ഈ പ്രഭാഷണ കലയിൽ മുന്തിയുന്ന ഒരാളാണ്. പ്രേം നസീർ പോലും വേദികളിൽ വരുമ്പോ പ്രേം നസീറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത് എം.എം. പുരവരാണ്. ആ എം.എം. പുരവരിനെ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരവും കിട്ടിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഈ നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പറയുന്ന സാഹിത്യ പ്രവർത്തന മേഖലയിൽ ആ ചരിത്രത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പത്രാധിപരാണ്, മാസിക നടത്തുന്നുണ്ട്. എന്റെ ഒരു നല്ല ഇന്റർവ്യൂ അദ്ദേഹം പ്രേമേന്ദ്രൻ തന്നെയാണ് ചെയ്ത ഒരു ഇന്റർവ്യൂ അതിലിട്ടിരുന്ന. അതിലൂടെ എനിക്ക് വളരെയധികം സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ശ്ലാഘിക്കുകയൊക്കെ ഉണ്ടായി. ആ ഇന്റർവ്യൂ ഏറ്റവും നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ മാത്രമല്ല ഹരികുമാർ, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഹരികുമാറും വളരെ ലക്ഷ്യബോധമുള്ള ഒരു സാംസ്കാരിക സാഹിത്യ പ്രവർത്തകനാണ്. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങള് അതിപ്പം എം.എം. പുരവറിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും ഒരുപക്ഷെ ഓർക്കാതെ പോകുമായിരുന്നു. ഇവരെ നമുക്ക് മറക്കാൻ സാധിക്കും. ഇത്രയും നേരം ഈ തിരക്കിനിടയിലും നമുക്ക് വേണ്ടി കാത്തിരുന്ന് ഇത്രയും സമയം തന്ന് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തന്നതിന് നന്ദി, നമസ്കാരം. എനിക്കൊരു നന്ദി പറയാനുണ്ട്. കടക്കാവൂർ പ്രേമേന്ദ്രൻ എന്ന് പറയുന്നത് ഞാൻ 10-50 വർഷമായി കേൾക്കുന്ന പേരാണ്. അദ്ദേഹത്തിന്റെ പിതാവിനെയും എനിക്കറിയാം. കഥകളിയുമായി ബന്ധപ്പെട്ട് വളരെ കാര്യങ്ങൾ എഴുതുകയും പത്രാധിപരും ഒക്കെ ആയിരുന്നു. കവിയും ലേഖകനും ഇതുപോലെ മാധ്യമപ്രവർത്തകനും ഒക്കെ ആയ കടക്കാവൂർ പ്രേമേന്ദ്രൻ നായരോടുള്ള നന്ദി അറിയുന്നു. ഒപ്പം ഇതിന് സഹകരിച്ച ബിനു കൽപ്പകശ്ശേരി എന്ന് പറയുന്ന നല്ല കവിതകൾ മാത്രം എഴുതുന്ന ബിനു കൽപ്പകശ്ശേരിയോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു അഭിമുഖം നടത്തിയതിന് വളരെ